എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് നല്ല മസാല ഫ്ലേവറിലുള്ള മക്രോണി തയ്യാറാക്കാം. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തെന്നറിയാമോ? ഇത് തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാനും മസാല ഓരോ പീസിലും നന്നായി കോട്ടാകാനും ഞാൻ ചെയ്യുന്ന ചെറിയ ട്രിക്കുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും വൈകുന്നേരം ചായക്കൊപ്പം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മക്രോണി എത്ര ക്വാണ്ടിറ്റിയാണോ അതിനനുസരിച്ച് മക്രോണി എടുത്ത് നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് ഈ മക്രോണി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് ഉടയാനും പാടില്ല, എന്നാൽ അത്യാവശ്യം വേവും വേണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം വെള്ളം പാരുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വെള്ളം കുറച്ച് കമ്മിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വെന്തു കഴിഞ്ഞാൽ ഇത് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നോർമൽ വാട്ടർ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിക്കുക. ഇത് ഒഴിക്കുന്നത് മക്രോണി തമ്മിൽ വിട്ട് ചേർക്കുന്നത് മക്രോണിയിലെ പശ പോകാൻ സഹായിക്കും. അതുപോലെ തന്നെ മക്രോണി നല്ലോണം ഒട്ടി നിൽക്കാതെ വിട്ട് നിൽക്കാനും സഹായിക്കും. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു 150-200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചിക്കൻ മസാല, അതുപോലെ തന്നെ കോൺഫ്ലവർ പൊടി എന്നിവ ഒരു 1/4 സ്പൂണ് 1/2 സ്പൂണായിട്ട് ചേർത്താൽ മതി. എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒറ്റ ട്രിപ്പ് തന്നെ എല്ലാം ഫിനിഷ് ആവും. ചെറിയ ചെറിയ പീസായതുകൊണ്ട് വേഗം ഫ്രൈ ചെയ്ത് കിട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിക്കുക. ശേഷം ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ചേർത്താൽ വേഗം ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാം, 2-3 ഒക്കെ എടുക്കാം. ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. തക്കാളി, ഉള്ളി എല്ലാം നന്നായിട്ട് വെന്ത് വരണം. ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ കുറച്ച് പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പൊടിയുടെ എല്ലാം പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് കുറച്ച് തൈര്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നാൽ മസാല നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ വേവിച്ചെടുക്കണം. ഇനി നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാത്തിനും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ മസാല നന്നായിട്ട് മക്രോണിയിൽ പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്കിട്ട് കുറച്ച് മല്ലിച്ചപ്പും വിതറി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നാൽ നമ്മളെ മക്രോണി റെഡിയായി. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ, അതുപോലെ തന്നെ ഈവനിങ്ങിന് സ്നാക്സിൻ്റെ പകരമായിട്ടോ, അതുപോലെ തന്നെ രാത്രി ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല ബെസ്റ്റ് ചോയ്സാണ്. ഞാൻ അധികം മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് മക്രോണി.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.